ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു നാഫിയ. എല്ലാവർക്കും 7 സ്റ്റാർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഉപയോഗിക്കുന്ന വാട്സാപ്പിലുള്ള ചില ട്രിക്കുകളാണ്. രക്ഷമിക്ക കൂട്ടുകാർക്കും അറിയാം, എങ്കിലും കൂട്ടത്തിൽ അറിയാത്ത കൂട്ടുകാരും ഉണ്ടായിരിക്കും. അവരുടെ അറിവിലേക്ക് വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എത്തിക്കാണപ്പെടാൻ സാധിക്കും. 7 സ്റ്റാർ മീഡിയ എന്ന് കാണാം. അതിന് തൊട്ടപ്പുറത്ത് ഒരു ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ആൻഡ്രോയിഡ് ഇൻഫോ എന്നൊരു പേജ്, ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ മറ്റു കൂട്ടുകാരിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് വാട്സപ്പിലുള്ള ട്രിക്കുകൾ ഉപയോഗപ്പെടുത്തുക എന്ന് നമുക്ക് നോക്കാം. നാം വാട്സപ്പിൽ നമ്മുടെ കൂട്ടുകാരിലേക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് നമ്മുടെ കൂട്ടുകാർ അവരുടെ ഫോണിൽ റിസീവ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് 2 ടിക്ക് മാർക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു നമ്പറിലേക്ക് തന്നെ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഒരു നമ്പറിലേക്ക് ഒരു ഹായ് എന്ന് ഞാൻ മെസ്സേജ് അയക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ മറ്റേ നമ്പറിലാണ്, ആ നമ്പറിൽ ആ മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാട്ടർ മാർക്ക് കളറിലുള്ള നിങ്ങൾക്ക് 2 ടിക്ക് മാർക്ക് കാണാം. ഇനി ആ അയച്ച മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ടിക്ക് മാർക്ക് 2 നീല കളറിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. അതിനർത്ഥം നമ്മൾ അയച്ച മെസ്സേജ് നമ്മുടെ ഫ്രണ്ട്സ് വായിച്ചു എന്നാണ്. ഈ ഒരു സംവിധാനം അഥവാ ഈ നീല കളറിലുള്ള ഈ ഓപ്ഷൻ അത് എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അതിനുള്ള മാർഗം നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വലത് സൈഡിൽ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം. ഒരു 3 കുത്തുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്ന ഓപ്ഷനിൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള സെറ്റിങ്സ് എന്ന ഓപ്ഷൻ അതിൽ സെലക്ട് ചെയ്യുക. അത് സെലക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിലുള്ള പ്രൈവസി അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി താഴ്ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ റീഡ് റെസിപ്റ്റ്സ് എന്ന് നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ടിക്ക് മാർക്ക് ഓൺ ചെയ്ത് കിടക്കുന്നുണ്ട്. ആ ഓൺ ചെയ്തത് തൽക്കാലം നമുക്കൊന്ന് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ബാക്ക് വന്ന് ഒരു മെസ്സേജ് അയച്ച് നോക്കാം. ഞാൻ നേരത്തെ അയച്ച എൻ്റെ മറ്റൊരു നമ്പറിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് അയക്കുകയാണ്. ഒരു ഹായ് എന്ന് മെസ്സേജ് അയക്കുന്നു. ഓക്കെ, ആ മെസ്സേജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഞാനത് റീഡ് ചെയ്യുകയാണ്. ആ മെസ്സേജ് ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷേ അവിടെ നീല കളർ കാണുന്നില്ല. കാരണം നമ്മളവിടെ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടിക്ക് മാർക്ക് ഓഫ് ചെയ്ത് വെച്ചു. ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക്, ഈ ഒരു ട്രിക്കിലൂടെ ഈ നീല ടിക്ക് മാർക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അതുപോലെ ഈ ഒരു ട്രിക്ക് നമ്മുടെ മൊബൈലിൽ നാം ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നാം അത് വായിച്ചു കഴിഞ്ഞാലും അവർക്ക് ഇത് വായിച്ചിട്ടില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അഥവാ ആ വാട്ടർ കളറിലുള്ള ടിക്ക് മാർക്കേ അവർക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഓക്കെ, മറ്റൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് പ്രൊഫൈല് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നാം എപ്പോഴാണോ അവസാനമായി വാട്സപ്പ് ഉപയോഗിച്ചത് എന്നവർക്ക് കാണാൻ കഴിയും. നമ്മുടെ പ്രൊഫൈല് നോക്കുമ്പോൾ തന്നെ അവർക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ തന്നെ മറ്റൊരു വാട്സപ്പ് നമ്പർ നാം ഒന്ന് കാണിച്ചു തരാം. ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ കാണുന്നുണ്ട് മൈ വോഡ ഫോർ എന്നെഴുതിയതിൻ്റെ താഴെ ലാസ്റ്റ് സീൻ മാർച്ച് 20 4:20 PM. അഥവാ ഞാൻ ഈ വാട്സപ്പ് ഉപയോഗിച്ചത് മാർച്ച് 20-ാം തീയതി
4:20 PM അതിനുശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. അതുപോലെ നമുക്ക് മറ്റ് ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് പ്രൊഫൈൽ നോക്കാം. ഈ പ്രൊഫൈൽ നോക്കുമ്പോൾ അതിൽ കാണുന്ന ലാസ്റ്റ് സീൻ ടുഡേ 3:25 PM എന്നാണ്. ഇപ്പോൾ ടൈം 3:50 ആയിട്ടുണ്ട്. 3:25 ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ ആളുകളുടെയും പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണ് അവർ ലാസ്റ്റായി ഇത് ഉപയോഗിച്ച ടൈം എന്ന് കാണാൻ കഴിയും. ഇത് എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക? ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന്. അതിന് ഞാൻ നേരത്തെ ചെയ്തതുപോലെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിൽ പ്രൈവസി സെലക്ട് ചെയ്യുക. അതിൽ ലാസ്റ്റ് സീൻ എന്ന് കാണാം. ആ ലാസ്റ്റ് സീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എവരി വൺ എന്നാണ് കാണുന്നത്. അത് മാറ്റി നോ ബോഡി എന്നാക്കുക. ഓക്കെ, ഇനി നമ്മുടെ പ്രൊഫൈൽ സന്ദർശിക്കുന്ന ആർക്കും അവിടെ ടൈം കാണാൻ കഴിയില്ല. ഓൺലൈനിലായിരിക്കുമ്പോൾ ഓൺലൈൻ എന്ന് എഴുതി കാണിക്കും എന്നല്ലാതെ ലാസ്റ്റ് ഉപയോഗിച്ച ടൈം എപ്പോഴാണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ ഫ്രണ്ട്സിന് നാം ലാസ്റ്റ് ഉപയോഗിച്ച ടൈം എപ്പോഴാണെന്ന് കാണാൻ കഴിയില്ല. അത് ഒരു ട്രിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ചില കൂട്ടുകാരൊക്കെ വാട്സപ്പ് നമ്മുടെ ഒരു നമ്പറിൽ വേണ്ട, നമ്മുടെ നിലവിൽ ഉപയോഗിക്കുന്ന നമ്പറിൽ നമുക്ക് മാറ്റം ചെയ്യണം. അതിനവർ മിക്ക കൂട്ടുകാരും ആ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അതല്ലെങ്കിൽ എക്സെൻഡർ വഴി ഷെയർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. സത്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ചേഞ്ച് നമ്പർ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ചേഞ്ച് നമ്പർ എന്ന്. ഇവിടെ ടിക്ക് മാർക്ക് നെക്സ്റ്റ് കാണാം. ആ നെക്സ്റ്റിൽ കൊടുത്താൽ അതാ ഏറ്റവും മുകളിൽ കാണുന്നു ഓൾഡ് ഫോൺ നമ്പർ. നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. രണ്ടാമത് അടിയിൽ കാണും ന്യൂ ഫോൺ നമ്പർ. അതിൽ നമ്മൾ ഏത് നമ്പറിലേക്കാണോ ഇനി വാട്സപ്പ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് ഡണ്ണ് കൊടുക്കുക. ഇത്ര മാത്രം ചെയ്യാനുള്ളൂ. എങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്മുടെ നിലവിലുള്ള നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്ക് മാറാൻ നമുക്ക് കഴിയും. ഇനി മറ്റൊരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ കൂട്ടുകാരുടെ മൊബൈലിൽ നമ്മുടെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ വാട്സപ്പിലുണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഒക്കെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മെമ്മറിയിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ സ്റ്റോറേജിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതായി കാണാം. ഇത് കാരണമായി നമ്മുടെ ഫോണ് സ്റ്റോറേജ് നിറഞ്ഞ് ഹാങ് ആകാനും മറ്റും സാധ്യതയുണ്ട്. അതിലുപരി നമ്മുടെ ഡേറ്റ ഒരുപാട് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത് എങ്ങനെ ഓഫ് ചെയ്ത് വെക്കാം? ആ ഒരു ട്രിക്കാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അതിന് കാണുന്നത് ഇവിടെ കാണും ഡാറ്റ യൂസേജ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വെൻ യൂസേജ് മൊബൈൽ ഡാറ്റ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിലവിൽ ചില ആളുകളുടെ മൊബൈലിൽ, അധിക ആളുകളുടെ മൊബൈലിലും ഇതെല്ലാം ഈ രൂപത്തിലായിരിക്കും കാണുക. എല്ലാം ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോട്ടോസും ഓഡിയോസും വീഡിയോസും ഡോക്യുമെൻസും ഒക്കെ ടിക്ക് മാർക്ക് ഓഫ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി നാം സെലക്ട് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് മാത്രമേ നമുക്ക് ഡൗൺലോഡ് ആവുകയുള്ളൂ. ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവുകയില്ല. അതുമൂലം നമ്മുടെ ഡാറ്റ നഷ്ടമാവുകയുമില്ല. ഇനി അതിൻ്റെ താഴെ തന്നെ വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ, നമുക്ക് എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുകയാണ്. ആ സമയത്ത് വൈഫൈ മുഖാന്തരം നമുക്കുള്ള ഫോട്ടോസും ഓഡിയോസും വീഡിയോസും ഒക്കെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി കിടക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം, അതല്ലെങ്കിൽ ഓൺ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. വൈഫൈ ഫ്രീ ആയി കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോസുകളെല്ലാം നമുക്ക് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ട്രിക്ക് ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെയൊക്കെ വാട്സപ്പുകളിൽ ഉണ്ടാവും. ആ ഗ്രൂപ്പിൽ നമുക്കൊരു മെസ്സേജ് നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടുമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ ആ ഒരു മെസ്സേജ് നമുക്ക് സൂക്ഷിക്കണം. അതിനുള്ളൊരു മാർഗ്ഗമാണ് സ്റ്റാർ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് എൻ്റെ ഇതിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, 18 വയസ്സ് തികഞ്ഞ ആർക്കും ഇലക്ഷനിൽ നിന്ന് ഇന്ത്യയെ നയിക്കാം
ഈ ഒരു മെസ്സേജ് എനിക്ക് ഇനിയും ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ അവർ കളർ ചേഞ്ച് വരും. നേരെ മുകളിൽ ഒരു സ്റ്റാർ കാണും. ആ സ്റ്റാറിൽ നാം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം വായിച്ച മെസ്സേജ് നാം സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി എപ്പോൾ വേണമെങ്കിലും ആ മെസ്സേജ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് വായിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മുകൾ ഭാഗത്ത് വലത് സൈഡിൽ 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത് ഓപ്ഷൻ സ്റ്റാർഡ് മെസ്സേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ നേരത്തെ സേവ് ചെയ്ത ആ മെസ്സേജ്, സ്റ്റാർ ചെയ്ത മെസ്സേജ് നമുക്കവിടെ കാണാൻ കഴിയും. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഇലക്ഷനിൽ നിന്ന് ഇന്ത്യയെ നയിക്കാമെന്ന് നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. ഇതുപോലെ നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരുപാട് ട്രിക്കുകൾ നമ്മുടെ വാട്സപ്പിലുണ്ട്. തീർച്ചയായും കൂട്ടുകാരെല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.